അങ്ങനെ ഇന്നായിരുന്നു സെപ്റ്റംബർ 16. നമ്മളെല്ലാവരും ഒരു വൺ ഡേ ട്രിപ്പ് തേക്കടിയിലോട്ട് പ്ലാൻ ചെയ്ത ഡേ ആയിരുന്നു ഇത്. ഒരു 6:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും ബാഗ് പാക്ക് ചെയ്ത് ട്രിപ്പിലേക്ക് പോകാൻ ഫുൾ വൈബ് മോഡോടെ ഓണായി നിൽക്കുന്നൊരു ദൃശ്യമാണിത്. അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ കയറി വൈബിങ് മോഡായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ബോണസിച്ച് പ്രിങ്കിൾസ് എടുത്തു തന്നു. പിന്നെ അത് കഴിക്കുന്നതിൻ്റെ തിരക്കായിരുന്നു കുറച്ച് നേരത്തേക്കും കൊണ്ട്. പിന്നെ വീണ്ടും വൈബിങ് മോഡ് ഓൺ. അങ്ങനെ ബിന്ദാണ്ടി കളിച്ചു, സാര ഡാൻസ് കളിച്ചു, ദാണ്ട് റോസിക്കുട്ടി വൈബിങ്ങോടെ വൈബിങ്. അങ്ങനെ ഒരു 12-12:30 ആയപ്പോഴത്തേക്കും നമ്മൾ കാടകം കൗണ്ടി എന്ന് പറഞ്ഞ നമ്മൾ റിസോർട്ടിലെത്തി. അത് ചന്ദനൊക്കെ തൊട്ട് വന്നൊരു വാം വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് നമ്മൾ വെൽക്കം ചെയ്തു. പിന്നെ നമ്മൾ റിസോർട്ടൊക്കെ ഒന്ന് നടന്ന് കണ്ടു. സച്ച് ബ്യൂട്ടിഫുൾ റിസോർട്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ അട്രാക്റ്റീവ് ആയിരുന്നു അവരുടെ പൂളും ആ റൂമിൻ്റെ ഒരു സെറ്റപ്പും. സച്ച് എ ഗുഡ് എക്സ്പീരിയൻസ്. റൂമൊക്കെ ഞാൻ നടന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. അതെല്ലാവരും ബാഗ് കൊണ്ടുവെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ എടുത്ത്, അല്ലെങ്കിൽ റൂം വിട്ടിടാറില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ലഗേജൊക്കെ അവർ തന്നെ റൂമിൽ തന്നെ കൊണ്ടുവച്ചു. ഓരോരുത്തരെ റൂമൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. റോസിക്കുട്ടി ഇതാണ്ട് ജൂഡി ആട്ടൂനാലിനാടാണ്. ബിന്ദുവിൻ്റെ എന്തോന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ നല്ല ഭംഗിയില്ലേ ചന്ദനം തൊട്ടിട്ട്. റോസിക്കുട്ടി കണ്ടപ്പോഴത്തേക്കും കുട്ടിക്കും അവൾക്കും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിന്ദുവിനെ കണ്ടപ്പോൾ ബിന്ദുവിനെ വിളിച്ച് ഫോട്ടോ എടുത്തു. അതിന് ഉച്ചയായപ്പോൾ നമ്മൾ അവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഊണും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ആയിരുന്നു ഓർഡർ ചെയ്ത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, ബട്ട് ക്വാണ്ടിറ്റി വൈസ് ഇച്ചിരി കുറവായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഗുഡ് ഫുഡ്. അത് നമ്മൾ ഏബിൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നൂഡിൽസിനെ കുറിച്ചിട്ട് ക്ഷമ സമ്മതിച്ചേ പറ്റും. ഫുഡ് കഴിഞ്ഞപ്പോൾ അത് പൂൾ സൈഡിലോട്ട് വന്നു. എന്നിട്ട് അതിന് കുറേ സംസാരിച്ചു. പിന്നെ പതുക്കെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി. എങ്ങനെയൊക്കെയോ ക്ലിക്ക് ചെയ്ത ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് മോർ ഓവർ റിസോർട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ തന്നെ കുറേ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇത് നമ്മുടെ റിസോർട്ടിൽ തന്നെയുള്ള ആയുർവേദിക് സ്പാ സെൻ്ററാണ്. ഇവിടെ പപ്പ പോയി ഒരു ഹോട്ട് മസാജ് ബാത്ത് എടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് പപ്പ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതിന് എഫക്റ്റ് ഉണ്ടെന്ന് ആക്ച്വലി മനസ്സിലായി. ഇതായിരുന്നു അവരുടെ ഒരു മസാജ് സെൻ്ററിൻ്റെ ഉൾവശത്ത്. ഇതാണ് എല്ലാവരും ഇനി അടുത്തൊരു യാത്ര എന്ന രീതിയിൽ എല്ലാവരും റെഡിയായിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അന്ന് നമ്മൾ പ്രത്യേകിച്ച് എവിടെയും പോയില്ല. വി ജസ്റ്റ് ഹാഡ് ഫുഡ് ആൻഡ് കെയിം ബാക്ക്. അതിനുള്ള സമയം എന്തായാലും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയതുകൊണ്ട് അത് മുതലാക്കാൻ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത്രയും നമ്മൾ മുതലാക്കാനായിട്ട് റെഡി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് പോയത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ദിസ് വാസ് മൈ ട്രീറ്റ്. പിന്നെ എൻ്റെ സാറിൽ ആദ്യം റീൽസ് എടുക്കണം. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ എൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തരണമെന്ന് പറഞ്ഞു. കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാവരും പാക്ക് ചെയ്ത് നമ്മൾ 10:30 ബോട്ടിങ് തീരുമാനിച്ചത്. തേക്കടി ബോട്ടിങ്. ബട്ട് ലേറ്റ് ആയിപ്പോയി. എന്നാലും വന്നില്ലെന്ന് പറഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് പിക്സൊക്കെ എടുത്തു അവിടെ നിന്ന്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ളത്. ആൻഡ് എല്ലാവരും
സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടി കയറ്റി നമ്മളടുത്ത് തേക്കടി ബോട്ടിങ്ങിന് പോകാനായിട്ട് തീരുമാനിച്ചു. ഇതായിരുന്നു നമ്മൾ തേക്കടി ബോട്ടിൽ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. അങ്ങനെ ടൈഗർ റിസർവ്, ഫോറസ്റ്റ്, ആ തേക്കടി ബോട്ടിംഗ് സെന്ററിൽ നമ്മൾ എത്തി. ഇവിടെ എന്ത് സംഭവിച്ചാലും ദംഷരാജ് കളിക്കുന്ന ജൂഡിയും അറിയാൻ നമ്മൾ കാണുന്നത്. ഇവരെല്ലാവരും അവിടെ സുലഭമായി കാണുന്ന കുരങ്ങുകളെ നോക്കി നിൽക്കുകയാണ്. റോസ്കുട്ടിയുടെ ആ ഒരു ആകാംക്ഷയൊക്കെ നോക്കി കുറേ കുഞ്ഞു കുരങ്ങുകളും വലിയ കുരങ്ങുകളും എല്ലാ സൈസിലെ കുരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു 1:45 ആയപ്പോഴാണ് നമ്മുടെ ബോട്ടിംഗ് സ്ലോട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ജൂഡിയും അറിയാം ഓൾവേസ് ബിസി. ദംഷരാജ് പിള്ളേരൊക്കെ ഇങ്ങനെ കുരങ്ങളെ നോക്കി വളരെ കൗതുകത്തോടെ നിന്നു. നമ്മളിതുപോലെ റീലൊക്കെ എടുത്ത് നിന്നു. ഞാനും സാറിയും ഷൂട്ടിങ് ദാറ്റ്. അങ്ങനെ ഓരോരോ പരിപാടി നമ്മളെല്ലാവരും എൻഗേജ്ഡ് ആയിട്ട് നിന്നു. അങ്ങനെ ഒരു 1:45 ആയപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിംഗ് സ്ലോട്ട് വന്നു. നമ്മൾ ബോട്ടിൽ കയറി. ഇതായിരുന്നു നമ്മുടെ ബോട്ട്. നമുക്കൊരു പ്രൈവറ്റ് ബോട്ടാണ് കിട്ടിയത്. നമ്മുടെ ലിസു ആണെങ്കിലും ഇതാ നോക്കുക, നമ്മൾ ഏബിൾ ബൈനോക്കുലർ വെച്ച് അവിടെയൊക്കെ ഉള്ള മാനുകളൊക്കെ നോക്കുക. എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യമൊക്കെ നോക്കി കുറച്ചതിന്. ഇപ്പം എല്ലാവർക്കും ഉറക്കം ബുദ്ധിമുട്ടായിട്ട് യോൺ ചെയ്തിട്ടില്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് മാനുകളെയും അതുപോലെ തന്നെ കാട്ടുപോത്തിനെയൊക്കെ കണ്ട്. അവർ ഉച്ച സമയം ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ വരുന്നൊരു സമയമായിരുന്നു അതൊക്കെ. എന്നാലും അങ്കയ്ക്കായിരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. അങ്ക ബൈനോക്കുലർ ഉണ്ടായിട്ട് ഫുൾ ടൈം അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറാമ്മ ഉറങ്ങുന്ന ദൃശ്യമാണിത്. ഇതുപോലെ എല്ലാവരും ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ കുറച്ച് ക്യാൻഡിഡ് ഫോട്ടോസാണ് ഇതൊക്കെ. അങ്ങനെ അവസാനം നമ്മൾ ട്രിപ്പ് അതോടെ വൈൻഡപ്പ് ചെയ്തു. ചോദിക്കുകയാണെങ്കിൽ തേക്കടി വാസ് എ ഗുഡ് പ്ലേസ് ഓർ നോട്ട്, ഐ ഡോണ്ട് നോ. സ്ഥലങ്ങൾ പ്രത്യേകിച്ചൊന്നും വേണ്ട, ജസ്റ്റ് ബോട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് മോർ ദാൻ a place to us. അതായത് ഇറ്റ് വാസ് എ ഫാമിലി മീറ്റിംഗ്. എല്ലാവരും അവരുടെ ബിസിനസ് സ്കെഡ്യൂളിൽ നിന്ന് സമയം കണ്ടെത്തി എല്ലാവരും ഒന്നിച്ചു കൂടാൻ കണ്ടെത്തിയൊരു സമയമായിരുന്നു. ആൻഡ് വി വാല്യൂ ദാറ്റ് മോർ ദാൻ എനിവേ ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. ബൈ.